മഹേഷ് എതിയെടുക്ക പറയുന്നു സാലറി കിട്ടിയിട്ടില്ല SKN എന്ന് പറയുന്നു. ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു സാങ്കേതിക പ്രശ്നമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ഇന്നലെ ശമ്പളം മുടങ്ങിയതിന് പിന്നിലെ യഥാർത്ഥ സത്യം ഈ ശമ്പളം ട്രാൻസ്ഫറായി, പക്ഷേ അത് സാങ്കേതികമായി പിൻവലിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ശമ്പളം ഇന്ന് രാവിലെ 11 മണിക്കകം കൊടുത്തില്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. അതേസമയം ശമ്പളം ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നും സാങ്കേതിക പ്രശ്നം മാത്രമാണ് പിൻവലിക്കാൻ കഴിയാത്തതിന് കാരണമെന്നും സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശമ്പളം കിട്ടിയെന്നൊരു പക്ഷം, കിട്ടിയിട്ടില്ലെന്നൊരു പക്ഷം, പിൻവലിക്കാൻ പറ്റുന്നില്ലെന്ന് മറ്റൊരു പക്ഷം. ഇതിലേത് പക്ഷത്താണ് സത്യം നിൽക്കുന്നത്? SKN ഗുഡ് മോർണിംഗ്. ആദ്യമായാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നത്. എന്നാൽ ഇത് സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായൊന്നും ഇതിന് ബന്ധമില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദ്യം ക്രെഡിറ്റ് ആകുന്നത് ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്കിലേക്കാണ്. അതിൽ ഉണ്ടായിട്ടുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ ശമ്പളം വിതരണം ചെയ്യാൻ കഴിയാത്തതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. സർക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഓവർ ഡ്രാഫ്റ്റിലായിരുന്നു സംസ്ഥാനത്തെ ധനസ്ഥിതി നീങ്ങിയിരുന്നത്. ആ ഓവർ ഡ്രാഫ്റ്റ് നീങ്ങിയത് കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട വിഹിതത്തിൽ 4100 കോടി രൂപ ലഭിച്ചതിനെ തുടർന്നാണ്. ഈ 4100 കോടി രൂപ ലഭിച്ചതോടുകൂടി ശമ്പളവും പെൻഷനും നൽകാൻ കഴിയുമെന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഈ ETBS എന്ന് പറയുന്ന ഇലക്ട്രോണിക് ട്രഷറി സേവിങ്സ് ബാങ്കിൽ നിന്ന് ബാങ്കുകളിലേക്ക് ഈ പണം നൽകിയെങ്കിലും അത് ക്രെഡിറ്റ് ആയതായി, അല്ലെങ്കിൽ ജീവനക്കാർക്ക് ആ പണം പിൻവലിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ആ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് ധനവകുപ്പിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതേസമയം രാവിലെ 11 മണിക്കകം ഈ ശമ്പളം വന്നില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ, അതായത് 1-ാം തീയതി ശമ്പളം ലഭിക്കേണ്ടത് ട്രഷറി, പോലീസ്, റവന്യൂ, GST തുടങ്ങിയ വകുപ്പുകളിലെ ജീവനക്കാർക്കാണ്. അവർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല, അവർക്ക് ശമ്പളം എടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് ശമ്പളം ലഭിക്കേണ്ടത് 1.5 ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ അധ്യാപകർക്കാണ്. എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കുൾപ്പെടെ അധ്യാപകർക്കാണ് ഇന്ന് ശമ്പളം ലഭിക്കേണ്ടത്. പക്ഷേ അവരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിലും അവർക്ക് ഈ പണം പിൻവലിക്കണമെങ്കിൽ നിലവിലെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. SKN. താങ്ക് യു. ബി ദിലീപ് കുമാറാണ് നമുക്കൊപ്പം ചേർന്ന് 24-ന്റെ നിരീക്ഷകനാണ് ദിലീപ് കുമാർ. ഇതുപോലെ സംശയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കൂടുതൽ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും അന്വേഷിച്ച് നമ്മളെ പ്രേക്ഷകരെ അറിയിക്കാനാണ് ബി ദിലീപ് കുമാറിൻ്റെ മുഖ്യ ചുമതല തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച്.